ഇന്നും നമ്മൾ ഈ ബിരിയാണിയും മന്തിയൊക്കെ മാത്രം കഴിച്ചാൽ മതിയോ? ഇടയ്ക്കൊരു ചേഞ്ചിന് വേണ്ടി നമുക്കൊരു അഫ്ഗാനി ബീഫ് പുലാവ് ആയാലോ? ഞാൻ ഈ എബ്രോഡ് വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ പഠിച്ചത്. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു ലൈഫ് സ്കില്ലെന്ന് പറയുന്ന ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ എൻ്റെ വൈഫിനൊരു കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ലവ് കുക്കിംഗ് ഫോർ ഹെർ ടു. ഇതിൽ നമുക്ക് ആകെ ഒരു ഇച്ചിരി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയാൻ വേണ്ടി, നമ്മൾ ഈ മുന്തിരിയും ക്യാരറ്റും വറുത്തെടുത്തുമ്പോൾ അതിൻ്റെ അകത്തൊരു ഇച്ചിരി പഞ്ചസാര ആഡ് ചെയ്തു. അത് മാത്രമേ ഉള്ളൂ നമുക്ക് ഒരു ഇച്ചിരി ശ്രദ്ധിക്കണമെന്ന് പറയേണ്ട കാര്യം. പിന്നെ നമ്മൾ ഈ സ്പൈസസ് ഉണ്ടല്ലോ, അത് നമ്മൾ പൊടിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് ഒരു ഇച്ചിരി ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബീഫിൻ്റെ കൂടെ ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ ഈ ബീഫ് വേവിക്കാനെടുത്ത സ്റ്റോക്കിൽ തന്നെയാണ് റൈസ് വേവിച്ചെടുത്തതും. കറക്റ്റ് എമൗണ്ട് ഓഫ് സ്റ്റോക്ക് ആട്ടോ എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മളത് ദമ്മിട്ട് കഴിഞ്ഞ് ഇതേ നോക്ക്, സംഭവം സെറ്റായിരുന്നു. എൻ്റെ വൈഫിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളും ട്രൈ ചെയ്യും.